ഹായ്, എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കായയും ചേനയും വെച്ച് നല്ലൊരു മെഴുക്കുവരട്ടി ചുരുങ്ങിയ ചേരുവകൾ വെച്ച് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതായത് നമ്മൾ ഒരു 1/2 കിലോളം ചേന നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 കാ നമ്മൾ മുഴുത്ത കാ നോക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് അടുത്ത ചേരുവകളാണ് ഉണക്കമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി ജൂലിയം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയുണ്ട്, ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ചേരുവകളാണ് നമ്മൾ 1 കഷ്ണം സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു 5-6 പീസ് ചുവന്നുള്ളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയുടെ കൊത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ജീരകം എടുത്തിട്ടുണ്ട്, നമ്മൾ കടുക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് അനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കാം. നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ചെറിയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തീ ഓൺ ചെയ്ത് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ലാടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ലാടി എന്ന് പറഞ്ഞാൽ സ്പൂണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും 2 കഷ്ണം പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇവനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങത്തൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചുവന്നുള്ളിയും സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പോടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇവനെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം സവോളയും എല്ലാ ചേരുവകളും നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ലേശം ഗരം മസാല. ഇങ്ങനെ നമ്മളിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെന്തിനാണ് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചേനയും കായും ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ടാണ് നമ്മൾ ഈ മസാല ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മെഴുക്കുവരട്ടിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചേന വേവിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കഴുകുന്നില്ല. നമ്മൾ ആ മസാല, ചെറിയ മസാല അതിനകത്തുണ്ട്. നമുക്കിതിൽ ആ മസാലയും ചേരുവകളൊക്കെ ഈ ചേനയ്ക്കകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചേനയൊന്ന് ഹാഫ് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് പച്ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി. ഓക്കെ, നമ്മൾ ഏകദേശം ചേന ഹാഫ് ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കായ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ചേരുവകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് വേവിച്ച കാ ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച കാ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് സ്ലോ ഫയറിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിന്നുണ്ടാക്കിയ കായയും ചേനയും വെച്ചുള്ള ഒരു അടിപൊളി മെഴുക്ക് പുരട്ടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റവുമായി വീണ്ടും കാണാം.